ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി ബ്രോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി ഞാൻ എൻ്റെ പഴയ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് പുതിയ ചാനൽ ഒന്നും കൂടി എൻ്റെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ, അതിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിലെങ്ങനെ ബ്രോസ്റ്റഡ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. പിന്നെ ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ, ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബ്രോസ്റ്ററിൻ്റെ റെസിപ്പി കിട്ടുന്നതാണ്. അപ്പോൾ ചിക്കന് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതാക്കാതെ അത്യാവശ്യം വലിയ പീസുകളായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചെറിയ പീസുകളായിട്ട് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇതിൻ്റെ ആ ഒരു എക്സാക്റ്റ് ടേസ്റ്റ്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ ഈ ഒരു പീസിൽ എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് നമ്മൾ തയ്യാറാക്കുന്നതാണ്. 1.5 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാല് തണുപ്പുള്ളതോ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ഉപയോഗിക്കണം. അതുപോലെ ചൂടുള്ള പാലും നമ്മൾ യൂസ് ചെയ്യരുത്. ഒരു റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ പശുപാലാണ്. അപ്പോൾ അതിലോട്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ വിനീഗറാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പാലിനെ ഒന്ന് പിരിച്ചെടുക്കണം. എന്നാലാണ് ആ ഒരു ടെക്സ്ചർ നമുക്ക് വരുള്ളൂ. അപ്പോൾ പാലിന് ജസ്റ്റ് ഒന്ന് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറുള്ള പാലിലോട്ട് നമ്മൾ 1 ടീസ്പൂണോളം സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വിനീഗർ. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്പൈസി ആവണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാനാണ്. പിന്നെ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ സ്പൈസി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എടുത്ത ചിക്കനിൽ എനിക്ക് എത്ര സ്പൈസി വേണം ആ ഒരു അളവിലാണ് ഞാൻ ഇതിലോട്ട് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു അളവിലാണ് ഉണ്ടാക്കാൻ െങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നമുക്ക് പുളി കുറച്ച് കുറവാണ് തോന്നിയപ്പോൾ കുറച്ച് പുളിയും പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സാക്കി എല്ലാം ഒന്ന് ചേർന്ന് ആ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ആ പാലിൽ നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ പിന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതിലൊന്ന് മുങ്ങിക്കിടക്കണം. നന്നായിട്ട് മുങ്ങിക്കിടന്നാൽ മാത്രമേ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും സോഫ്റ്റായി കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ചിക്കൻ പീസായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ പാലാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ചിക്കനിലോട്ട് കിട്ടില്ല. നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. ഉള്ളു ഭയങ്കര സോഫ്റ്റായിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ബ്രോസ്റ്റഡ് ഫ്രൈഡ് ചിക്കൻ എന്ത് പറയാം, അതുപോലുള്ളൊരു ഐറ്റം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നാൽ മാത്രമേ എല്ലാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു സോഫ്റ്റ്നെസ് വരിക. അപ്പോൾ ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുക. ഇനി ഞാൻ മാക്സിമം നമ്മൾ 4 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി അത്രയും ടൈമില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. അല്ല പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 4 മണിക്കൂർ, ഞാനിതൊരു 4.5 മണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ സോക്ക് ചെയ്യാൻ വയ്ക്കുന്നത് അത്രയും കൂടുതൽ ടേസ്റ്റ് ചിക്കനിലോട്ട് അതിൻ്റെ ആ സ്പൈസിനെസ് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 4.5 മണിക്കൂർ വെച്ച് എടുത്ത ചിക്കനാണിത്. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എടുക്കുന്ന സമയം നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കേണ്ടതാണ്. കാരണം ഒന്നും കൂടി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ചിക്കനെ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്നുകൂടി അതിലോട്ട് ആ ഒരു എരിവും ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. പിന്നെ ഞാൻ ആ സോക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പാലിലോട്ട്. അത് പറയാൻ മറന്നു. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. 1.5 കപ്പ് മൈദയിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 കോഴിമുട്ടയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്.
ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റ് നമ്മുടെ ചിക്കനിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ലൂസും നന്നായിട്ട് തിക്കും ആവേണ്ട ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. എക്സാമ്പിൾ നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് കുഴക്കില്ല, ആ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു മാവ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാൻ. കട്ടയില്ലാതെ പരമാവധി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളിത് ഒന്ന് തയ്യാറാക്കി എടുക്കണം. ആ ടൈമിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 1 കപ്പ് മൈദ, അതിലോട്ട് ഒരു കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടി നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ആ കോൺഫ്ലോറും മുളക് പൊടിയും ഉപ്പും എല്ലാ ഭാഗത്തോട്ടും എത്താൻ വേണ്ടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നമ്മൾ ആ ബാറ്ററിൽ മുക്കി കഴിഞ്ഞ ശേഷം ഈ ഒരു പൊടിയിലിട്ടിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ മുളക് പൊടി ഞാനൊരു സ്പൈസി ഫ്രൈഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സ്പൈസിനെസ് വേണമെങ്കിൽ ഇതിൽ മുളക് പൊടി ചേർക്കണമെന്നില്ല. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് സോക്കായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പുറത്ത് ഭയങ്കര ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസിയും സോഫ്റ്റും ആയിരിക്കും ചിക്കന്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു പൊടിയില്ലേ, നമ്മൾ മൈദപ്പൊടിയും കോൺഫ്ലോറൊക്കെ മിക്സ് ചെയ്ത് അതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചിക്കൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ കൊട്ടി കൊടുക്കുക. ഇങ്ങനെ കൊട്ടി കൊടുക്കുന്നത് കൊണ്ട് എന്താ വെച്ചാൽ ഉപകാരം വെച്ചാൽ നമുക്ക് ലെയറായിട്ട് ആ ബ്രോസ്റ്റഡും ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അതിന് ലെയറായിട്ട് പുറത്തു വരില്ലേ, അങ്ങനെ ഒരു ലെയർ കിട്ടും. അപ്പോൾ ആദ്യം ഒന്നും കൂടി നമ്മൾ ചിക്കന് അങ്ങനെ മുക്കി ഇതാക്കിയതിന് ശേഷം പിന്നെ ഒന്നും കൂടി നമ്മൾ ആ പൊടിയിൽ നിന്ന് എടുത്തിട്ട് ആ ബാറ്ററിൽ ഒന്നും കൂടി മുക്കി പിന്നെ നമ്മളൊന്നിങ്ങനെ ഇട്ടിട്ട് ഒന്നും കൂടി കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ലെയർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യുക, പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. അപ്പോൾ അതിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നുള്ളൂ. സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ലെയറോട് കൂടിയിട്ടുള്ള ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ ബ്രോസ്റ്റ് എന്ത് വേണമെങ്കിൽ വിളിക്കാം, നമുക്ക് തയ്യാറാക്കി എടുക്കാം. മക്കൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടമാവും. അങ്ങനെ അത്രയും സിമ്പിളാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അത്ര റിസ്ക് ഇല്ല, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.